ഞങ്ങളെപ്പറ്റിയാണ് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPI-യും അതുപോലെ തന്നെ BJP-യും ഡീലാണെന്നാണ്. ഇപ്പോഴാ ഡീൽ കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. BJP-യും UDF-ഉം തമ്മിലുള്ള VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ കൃത്യമായ ഡീലാണ് പുറത്തു വന്നിട്ടുള്ളത്. അത് പിണറായി വിജയൻ ഇതിൻ്റെ അകത്ത് ഒരു ഉത്തരവാദിത്വമില്ല. രാഷ്ട്രീയമായിട്ട് സഹോ പിണറായിക്കെതിരായിട്ടും അതുവഴി പാർട്ടിക്കെതിരായിട്ടും നടക്കുന്ന ഏറ്റവും ശക്തിമത്തായ കടന്നാക്രമമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അല്ലാതെ ഇതിൽ പിണറായി വിജയൻ പ്രതിയല്ല. പിണറായി വിജയൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛനായി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ശക്തമത്തായ കടന്നാക്രമമാണെന്നുള്ളതാണ് സത്യം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു തരത്തിലും സഖാവ് പിണറായി വിജയനെ പ്രതി ചേർക്കാനാവാത്ത ഒരു കേസിൻ്റെ അകത്ത് ഇപ്പോഴും പാർട്ടിക്കെതിരായ കടന്നാക്രമത്തിൻ്റെ ഭാഗമായിട്ട് പിണറായിക്കെതിരായിട്ടുള്ള ഈ പുതിയ റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നു എന്ന് മാത്രമേ കാണേണ്ടുള്ളൂ. അത് ഞങ്ങൾ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും ഒക്കെ ശക്തിയായിട്ട് നേരിടുക ചെയ്യും. വീണക്ക് വേണ്ടി ബേജാറാവേണ്ട ഒരു കാര്യമില്ല. അത് നിങ്ങൾ ബേജാറായാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ്. വീണക്കെതിരായിട്ടുള്ള കേസാണ് ഞങ്ങളത് ഇടപെടേണ്ട കാര്യം. ഇതിൽ പിണറായി വിജയനെ പിന്നെ എന്തിനാണ് പ്രതി ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഗൂഢാലോചന നടക്കുന്നത്? അതെന്താ നിങ്ങൾ ഉത്തരം? പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുന്നത് എന്തിനാണ്?